ഹായ് വെൽക്കം ടു ടെക് കണ്ണൻ. കുറച്ച് ദിവസമായി ഞാൻ ഈ ബോക്സിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അലി എക്സ്പ്രസ്സിൽ ഓർഡർ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 25 ഡേയ്സ് ആയിട്ട് ഇത് വരുന്നത് നോക്കി ഞാൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പോസ്റ്റ്മാൻ ഡെയിലി വീട്ടിൽ വരുമ്പോൾ ഞാൻ നോക്കുവാണ് ഇത് സാധനം വന്നിട്ടുണ്ടോ എന്ന് മൂപ്പരോട് ചോദിക്കുമായിരുന്നു. പക്ഷേ ഇത് ആൾമോസ്റ്റ് 25 ഡേയ്സ് എടുത്തു ഇത് വരാൻ വേണ്ടിയിട്ട്. കുറച്ച് കസ്റ്റംസിലൊക്കെ പോയി തിരിഞ്ഞ് കറങ്ങിയിട്ടാണ് ഈ സാധനം എത്തിയത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ബോക്സിൻ്റെ ഉള്ളിലുള്ളതെന്ന് നമുക്ക് നോക്കാം. അത് നിങ്ങൾക്ക് ആൾറെഡി മനസ്സിലായിട്ടുണ്ടാകും, ബിക്കോസ് ഞാൻ തമ്പനെയിൽ ഇട്ടിട്ടുണ്ട് എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് നോക്കാം. കത്രിക എടുത്ത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം, അല്ലെങ്കിൽ വേണ്ട ശരിക്കൊന്ന് പൊട്ടിക്കാം. അതിനുള്ള ഒന്നുമില്ല. അത് ആ ബോക്സിൽ നിന്ന് ഞാൻ ആൾറെഡി അത് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് അതിൻ്റെ കവർ മാത്രമാണ്. അപ്പോൾ നമുക്ക് എന്താണ് ബോക്സിനുള്ളിൽ നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ഒരു ഷൂ ബോക്സിൻ്റെ പോലത്തെ ഒരു ബോക്സിലാണ് ഇത് വന്നിരിക്കുന്നത്. പോർട്ടബിൾ തിയേറ്റർ പ്രൊജക്ടർ എന്നാണ് അതിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ പുറത്ത് വേറെ ഒരു മാർക്കിങ്ങോ ഒന്നുമില്ല, ജസ്റ്റ് ബ്രാൻഡ് നെയിമോ ഒന്നുമില്ല, മെയ്ഡ് ഇൻ ചൈന എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. വലിയ കാര്യമായ പ്രശ്നങ്ങളില്ലാണ്ട് ഇത് എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കസ്റ്റംസിൽ ഇത് പൊട്ടിച്ച ശേഷമാണ് ഇങ്ങനെ കുറച്ച് അത് വന്നിരിക്കുന്നത്. പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ ഇത് നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ചെറിയൊരു ബോക്സാണ്. ഇതിനുള്ളിലൊന്ന് നമുക്ക് പതുക്കെ ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ വളരെ അതിനുള്ളിലൊരു ലെയർ കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് കാണാം നല്ല ബബിൾ പാക്കിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ബബിൾ പാക്കിങ്ങിലാണ്, തിക്കായിട്ടുള്ള, നമ്മൾ സാധാരണ കാണുന്ന പോലെയുള്ള നമ്മുടെ ബട്ടൺസ് പോലെ അല്ലെങ്കിൽ ഗുളിക പോലെ ഇരിക്കുന്ന ബബിൾ പാക്കിംഗ് അല്ല. അത് നല്ല റോഡ് പോലെയുള്ള നല്ല എയർ ഫിൽഡ് ആയിട്ടുള്ള പാക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്, ഷോക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. വീണാലൊന്നും പറ്റാത്ത ടൈപ്പാണ് അത് പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വലിയ പ്രശ്നങ്ങളില്ലാണ്ട് ഇവിടെ എത്തിപ്പറ്റി. പിന്നെ അതിനുള്ളിൽ നിങ്ങൾക്ക് വേറൊരു പൊതി പോലെ ഇരിക്കുന്നത് കാണാം. അതെന്തൊക്കെയാണെന്ന് നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ആ ചെറിയൊരു പൊതി തുറന്നു നോക്കിയാൽ കാണാം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്നത് നമ്മളുടെ ചാർജറാണ്. അതല്ലെങ്കിൽ ചാർജർ അല്ലെങ്കിൽ പവർ സപ്ലൈ ആണ്. ആക്ച്വലി നമ്മുടെ ഒരു ലാപ്ടോപ്പിൻ്റെയൊക്കെ ചാർജർ പോലെയുള്ള ഒരു പവർ സപ്ലൈ ആണ് ഇതിന് വരുന്നത്. ഇത്തിരി ഹെവി ആയിട്ടുള്ള പവർ സപ്ലൈ ആണ്. അത്യാവശ്യം കറണ്ട് കൺസ്യൂം ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കയ്യിൽ പിടിക്കുമ്പോൾ കുറച്ച് ഹെവി ആയിട്ടുള്ള പവർ സപ്ലൈനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ ഞാൻ റിവ്യൂവിൽ പറയാം. ഇനി ഒരു പാക്കറ്റ് കൂടി ഉണ്ട്. ആ പാക്കറ്റിൽ എന്താണെന്ന് നോക്കാം നമുക്ക്. ആ പാക്കറ്റിൽ വരുന്നത് അതിൻ്റെ മാനുവലാണെന്ന് തോന്നുന്നു. ഒരു കവർ ഇതുണ്ട്. പിന്നെ അതിൻ്റെ റിമോട്ട് വളരെ ചെറിയ ആപ്പിൾ ടി വിയുടെയൊക്കെ റിമോട്ട് പോലത്തെ ഒരു ചെറിയ റിമോട്ടാണ്. പിന്നെ 2 കണ്ണട വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയില്ല. അതെ, നമ്മൾ പണ്ട് കോമിക് ബുക്സിലൊക്കെ നമ്മൾ 3D കാണില്ലേ, ഒരു ചുമപ്പയും നീലയായിട്ടുള്ള കണ്ണട, അതുപോലത്തെ ഒരു കണ്ണടയാണ്. അത് വെറും വേസ്റ്റാണ്. ഞാനത് യൂസ് ചെയ്യാറില്ല. ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കണ്ണ് വേദന എടുക്കും എനിക്കിത് യൂസ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ ഞാനത് യൂസ് ചെയ്യുന്നില്ല. ഒരു തല്ലിപ്പൊളി സാധനമാണ് അത്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യണ്ട, അത് ഞാനെടുത്ത് കളയാണ്. ഇനി നമുക്ക് നമ്മുടെ അതിൻ്റെ റിമോട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. റിമോട്ട് ഏകദേശം ആപ്പിൾ ടി വിയുടെ റിമോട്ട് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അതേപോലത്തെ ഒരു ഷേപ്പൊക്കെയാണ് അതിന് വരുന്നത്. വളരെ ചെറിയ ഹാൻഡി ആയിട്ടുള്ള റിമോട്ടാണ്. വന്നപ്പോൾ അതിൽ ബാറ്ററി ഉണ്ടായിരുന്നില്ല അതിൽ. പിന്നെ അതിന് ഒരു ആൻഡ്രോയിഡിൻ്റെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ വേർഷനിൽ, ഞാൻ വാങ്ങിച്ച വേർഷനിൽ ആൻഡ്രോയിഡ് ഇല്ല. ഈ പ്രൊജക്ടറിൻ്റെ തന്നെ ആൻഡ്രോയിഡ് ഉള്ളൊരു വേർഷൻ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ആൻഡ്രോയിഡിൻ്റെ സ്വിച്ച് ഉള്ളത്. പിന്നെ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉള്ളൊരു സ്വിച്ച് ഉണ്ട്. അങ്ങനെയുള്ള എല്ലാം കൺട്രോൾ ചെയ്യാവുന്ന സ്വിച്ചുകൾ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടും. പിന്നെ ഒരു AV പിന്നിൻ്റെ ഇതുണ്ട്. പിന്നെ നമ്മുടെ മാനുവലുണ്ട്. ഈ മാനുവലിൽ പേരൊന്നും കൊടുത്തിട്ടില്ല അവർ, ജസ്റ്റ് പ്രൊജക്ടർ എന്നൊക്കെ പറഞ്ഞാൽ കൊടുത്തിട്ടുള്ളൂ. ബ്രാൻഡ് നെയിമൊന്നും, എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയിൽ ഇത് ജനറിക്കായിട്ട് ഉണ്ടാക്കുന്നതാണ്. പല കമ്പനികളും അവരുടെ പേരിൽ ഇത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഈ സെയിം സാധനം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അലി എക്സ്പ്രസ് തന്നെ നോക്കി കഴിഞ്ഞാൽ സെയിം മോഡൽ തന്നെ പല ഇതിൽ കിട്ടും. അപ്പോൾ ഇനി നമ്മുടെ പ്രൊജക്ടർ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ക്ലീനായിട്ടുള്ള, നല്ല ടഫായിട്ടുള്ള എയർ ബബിൾ പാക്കിങ്ങിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പ്രൊട്ടക്റ്റഡ് ആണ് വന്നത്. പിന്നെ അതിൻ്റെ ലെൻസിന് ഒരു പ്രൊട്ടക്ടർ വെച്ചിട്ടുണ്ട്. ലെൻസിൻ്റെ ഒരു പ്രൊട്ടക്ടർ നിങ്ങൾക്ക് കാണാം അതിൽ. ആ പ്രൊട്ടക്ടർ ഉള്ളതുകൊണ്ട് ലെൻസിനൊന്നും പറ്റാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. പക്ഷേ അത് വളരെ ലൂസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് പിന്നീട് നമുക്കിതിൻ്റെ ഒരു പ്രൊട്ടക്ടറായിട്ട് വെക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് നമ്മുടെ റിവ്യൂവിൽ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊജക്ടർ. ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ഞാൻ വാങ്ങിക്കാൻ കാരണം മെയിൻലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേറ്റീവായിട്ട് 720p റെസൊല്യൂഷൻ തരുന്നുണ്ട്. സാധാരണ നമുക്ക് കിട്ടുന്ന പ്രൊജക്ടേഴ്സിലൊക്കെ 480p അങ്ങനെയുള്ള കുറഞ്ഞ റെസൊല്യൂഷനാണ് ചെറിയ വില കുറഞ്ഞ റേഞ്ചിൽ വരുന്ന പ്രൊജക്ടേഴ്സിൽ, എൻട്രി ലെവൽ പ്രൊജക്ടേഴ്സിൽ ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 720p റെസൊല്യൂഷൻ, നല്ല റെസൊല്യൂഷനാണ് തരുന്നത്.
അപ്പോൾ ഇതൊരു എൻട്രി ലെവൽ പ്രൊജക്ടറാണ്. ഇതിനെപ്പറ്റി വലിയൊരു പ്രതീക്ഷ നിങ്ങൾ വെക്കേണ്ട. നിങ്ങളിപ്പോൾ പുറത്ത് നിങ്ങൾ ചിലപ്പോൾ കണ്ടിരിക്കുന്ന പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊജക്ടേഴ്സ് ആയിട്ടുള്ള എപ്സണോ LG അങ്ങനെയൊക്കെയുള്ള പ്രൊജക്ടേഴ്സിനെ കമ്പയർ ചെയ്യാൻ നമുക്ക് പറ്റില്ല. പക്ഷേ ഇതൊരു എൻട്രി ലെവൽ. ഇതിന് കൊടുക്കുന്ന പൈസയ്ക്ക് ഇതിന് ഏകദേശം ഒരു 6,000 റുപ്പീസാണ് ഇതിൻ്റെ വില. ഒരു 1,500 റുപ്പീസ് ഇതിൻ്റെ ഡ്യൂട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 7,500 ആ ഒരു എമൗണ്ടിന് പറ്റിയൊരു പ്രൊജക്ടറാണത്. അപ്പോൾ നമുക്ക് എൻ്റെ ബാക്ക് ഭാഗം കാണാം. എൻ്റെ ബാക്കിൽ ഇതിൻ്റെ കണക്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് HDMI കണക്ട് ചെയ്യാം, നമ്മുടെ PC-യിൽ നിന്നുള്ളത് കണക്ട് ചെയ്യാം. പിന്നെ ഇത് ഡയറക്റ്റ്ലി USB-യിൽ നിന്ന് പ്ലേ ചെയ്യും. 2 USB പോർട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിനിമ ഹാർഡ് ഡിസ്കിലോ അല്ലെങ്കിൽ പോർട്ടബിൾ ഹാർഡ് ഡിസ്കിലോ അല്ലെങ്കിൽ USB ഡ്രൈവിലോ ഉണ്ടെങ്കിൽ അതിൽ കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാം. പിന്നെ ഒരു ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, ഹെഡ്ഫോൺ കൊടുക്കാൻ വേണ്ടിയിട്ട്, പുറത്തുള്ള സ്പീക്കറിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. പിന്നെ നമ്മുടെ AV കോഡ്സ് കൊടുക്കാനുള്ള ഒരു പോർട്ടുണ്ട്. അത് നമ്മുടെ 3.5mm ജാക്ക് പോലത്തെ ഒരു പോർട്ടാണ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ പവർ സപ്ലൈ കൊടുക്കാനുള്ള പോർട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊജക്ടർ. ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഇതിൻ്റെ ഫുൾ റിവ്യൂ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലിടും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതല്ലെങ്കിൽ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ടെക് കണ്ണൻ. ഗുഡ് ഡേ.